ഹായ് എവരിബഡി. നമ്മളുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന എൻജിനീയറിങ് സ്ട്രക്ചേഴ്സ്, ഉദാഹരണത്തിന് ബ്രിഡ്ജസ് ആവട്ടെ, അല്ലെങ്കിൽ ബിൽഡിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന മെഷീൻസ്, ഇവരെല്ലാം ഫോഴ്സ് അനുഭവപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. ദേ റിയാക്ട് ടു ഫോഴ്സസ് ആൻഡ് സംടൈംസ് ദേ ഓൾസോ ഫെയിൽ ഡ്യൂ ടു ഫോഴ്സസ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ബ്രിഡ്ജസ് ഫോഴ്സ് കാരണം ഫെയിൽ ആവുന്നതല്ല അല്ലേ. അപ്പോൾ നമ്മുടെ എൻജിനീയറിങ് സ്ട്രക്ചേഴ്സും നമ്മുടെ മെഷീൻസും എല്ലാം ഫോഴ്സ് കാരണം അതിന് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്, ചില ടൈമിൽ അത് ഫെയിൽ ആവാറ് പോലും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവർ ഫെയിൽ ആവാതെ നമ്മുടെ ഇൻറ്റൻറ്റഡ് യൂസിന് നിലനിർത്താൻ പറ്റും, എങ്ങനെ നമ്മളിത് ഡിസൈൻ ചെയ്യും എന്നതാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്ട്രെസ്സുകളെ കുറിച്ചാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ആക്ച്വലി നിങ്ങളെ കൈ പിടിച്ചൊന്ന് വെറുതെ വലിക്കുക, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലായിട്ട് നിങ്ങൾക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നില്ലേ? അതുതന്നെയാണ് ആക്ച്വലി നമ്മുടെ എൻജിനീയറിംഗ് മെറ്റീരിയൽസിലുള്ള സ്ട്രെസ്സും. പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് സ്ട്രെസ്സാണുള്ളത്. ഒന്ന് നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്. ഇതിന് നമ്മൾ സിഗ്മ എന്നുള്ള ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. രണ്ടാമതായിട്ടുള്ളത് ഷിയർ സ്ട്രെസ്സാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. ഷിയർ സ്ട്രെസ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടോ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോർമൽ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒരു സർക്കുലർ ബാർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിന് ടെൻസൈലായിട്ട് ടെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഒരു ഭാഗത്ത് പിടിച്ച് വലിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു, ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങോട്ടും കൊടുത്തു. അതാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ സർക്കുലർ ബാറിന് ഒരു സൈഡിൽ ഈ ഭാഗത്തേക്കും മറ്റ് സൈഡിൽ ഈ ഭാഗത്ത് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ളിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പോയിൻ്റ് ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, അതായത് ഈ പ്ലെയിനിൽ ഞാനൊരു കട്ട് കൊടുക്കുകയാണ്. കട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പാർട്ട്, ലെഫ്റ്റ് പാർട്ട് മാത്രമേ ഞാൻ എടുത്ത് വരയ്ക്കുകയാണ്. ഈ ലെഫ്റ്റ് പാർട്ട് എങ്ങോട്ടും നീങ്ങുന്നില്ല അല്ലേ. ഈ പാർട്ട് മാത്രം എടുത്താൽ എങ്ങോട്ടും നീങ്ങുന്നില്ല. അപ്പോൾ ഇൻറ്റേർണലായിട്ട് എന്തോ ഈ പി എന്നുള്ള ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആക്ച്വലി സ്ട്രെസ്സ് കാരണമാണ് ആ ഫോഴ്സ് ഉണ്ടാകുന്നത്. സ്ട്രെസ്സാണ് ഇവിടെ ഈ പി എന്നുള്ള ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ചെറിയ ചെറിയ എയറോ മാർക്കായിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഈ സ്ട്രെസ്സിനെ. അപ്പോൾ സ്ട്രെസ്സ് ഇവിടെ നമ്മൾ ആവറേജ് സ്ട്രെസ്സ് കൺസിഡർ ചെയ്യാം. ആവറേജ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പി ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഇതാണ് ആവറേജ് സ്ട്രെസ്സ്. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് ഷിയർ സ്ട്രെസ്സാണ്. നിങ്ങൾ രണ്ട് പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അടുക്കി വെച്ച രണ്ട് പ്ലേറ്റിനെ നിങ്ങൾ രണ്ട് സൈഡിലോട്ടായിട്ട് വലിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ബോൾട്ട് വെച്ചിട്ട് ഫിക്സ് ചെയ്തു. റിവെറ്റ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണത്. നിങ്ങളൊരു ഹോൾ ചെയ്തു, ഒരു ബോൾട്ട് ഇട്ട് വെച്ചു. ഓക്കെ, എന്നിട്ട് ഒരു സൈഡിലേക്ക് പി ആൻഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പി എന്നുള്ള രണ്ട് ഫോഴ്സ് നിങ്ങൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ബോൾട്ടാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ബോൾട്ടിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബോൾട്ടിനെ ഞാനൊന്ന് മാറ്റി വരച്ചു. ബോൾട്ടിനെ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, പി എന്നുള്ള ഫോഴ്സ് ഇതാ ഇങ്ങനെയല്ല ആക്ട് ചെയ്യുക. ഈ പ്ലേറ്റ് ഇങ്ങോട്ട് വലിക്കുന്നു അല്ലേ, ബോൾട്ടിനെ താഴത്ത് ഉള്ള പാർട്ട് ലെഫ്റ്റിലോട്ട് വലിക്കുന്നു.
അപ്പോൾ നിങ്ങൾ നോക്കി ഈ ബോൾട്ടിന് എന്താ സംഭവിക്കുന്നത്, മേലെ ഈ ഭാഗത്തേക്കും താഴത്തെ ഈ ഭാഗത്തേക്കും വലിക്കുമ്പോൾ സ്ലൈഡല്ലേ ചെയ്യുന്നത്. ഓക്കെ, സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം, ഈ ക്രോസ് സെക്ഷനിൽ കട്ട് ചെയ്ത്, ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്, വീണ്ടും കട്ട് ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്ത ക്രോസ് സെക്ഷനിൽ നമുക്ക് എന്ത് കിട്ടും, അലോങ് ദ പ്ലെയിൻ ആയിട്ട് ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അലോങ് ദ പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, അതിനെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നു. അലോങ് ദ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെയും ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എത്ര ഫോഴ്സാണോ റെസിസ്റ്റ് ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ ഏരിയ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നോർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്ത്, ഇറ്റ് ആക്ട്സ് അലോങ് ദ നോർമൽ ടു ദ സർഫേസ്. ഓക്കെ, ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിലോ ഇറ്റ് ആക്ട്സ് along the surface. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഷിയർ സ്ട്രെസ് എന്നും എന്താണ് നോർമൽ സ്ട്രെസ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ ഏവറേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും നമ്മൾ ഇവിടെ ഫോർമുലായിട്ട് കണ്ടു. നിങ്ങളുടെ നോട്ടിൽ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യുന്നതാണിത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടത് സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആവറേജ് സ്ട്രെസ്സായിരുന്നു. പക്ഷെ അതല്ല സ്ട്രെസ്സിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ കണ്ട ഫോർമുല പി ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് കണ്ടു അല്ലേ. അതായത് ആവറേജ് സ്ട്രെസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ഏരിയ, വേർ പി ഈസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് and area is area of cross section. പക്ഷെ അതല്ല സ്ട്രെസ്സിൻ്റെ ആക്ച്വൽ ഉള്ള ഫോർമുല എന്ന് പറയുന്നത്. സ്ട്രെസ് എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും എന്ത് ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ് എൻ്റെ ഒരു ആർബിട്രറി ബോഡി എന്ന് കൺസിഡർ ചെയ്യുക. ഒരു ആർബിട്രറി ആയിട്ടുള്ള ബോഡിയാണ്. ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിൻ എടുത്തിട്ട് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്താൽ എനിക്ക് എങ്ങനെ കിട്ടും, സപ്പോസ് അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുക. പ്ലെയിൻ കട്ട് ചെയ്തപ്പോൾ F1, F2, F3 എന്നുള്ള 3 ഫോഴ്സസ് ഈ ബോഡീൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഈ ചെറിയ പോയിന്റിലുള്ള എന്ത് സ്ട്രെസ്സാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെറിയ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുക. ഡെൽറ്റ എഫ് എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ഈ ഏരിയക്ക് ഡെൽറ്റ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ഏരിയനെ വളരെ ചെറുതാക്കുകയാണ്. അതായത് വെൻ ഡെൽറ്റ എ ടെൻസ് ടു 0, ഞാൻ ലിമിറ്റ് എടുക്കുകയാണ്. ഡെൽറ്റ എ ടെൻസ് ടു 0, ഈ ഡെൽറ്റനെ വളരെ ചെറുതാക്കുകയാണ്. ചെറുതാക്കുന്ന സമയത്ത് ഒരു പോയിന്റിലുള്ള സ്ട്രെസ്സാണ് എനിക്ക് കിട്ടുക അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രെസ്സിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. ബട്ട് നമ്മുടെ മോസ്റ്റ് എഞ്ചിനീയറിംഗ് കേസസിൽ എന്താണ്, നമുക്ക് P/A എന്നുള്ള ഫോർമുല വെച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് എന്താണ് സെൻറ്റ് വെനൻസ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു താഴത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളൊരു ബാർ എടുത്തു, എന്നിട്ട് മുകളിലോട്ടൊരു ഫോഴ്സ് P അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഫോഴ്സ് P അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു പ്ലെയിൻ എടുത്തു. അവിടുത്തെ സ്ട്രെസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ പ്ലെയിനിലാണ് ഞാൻ സ്ട്രെസ് നോക്കുന്നത്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് ഏകദേശം ഇങ്ങനെ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോഴ്സ് P നടുവിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്, ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും കുറച്ചുകൂടി സ്ട്രെസ്സ് കൂടുതൽ അല്ലേ. ഓക്കെ, നമ്മൾ നേരത്തെ ഡെഫിനേഷൻ കണ്ടു, ആ ചെറിയ ഏരിയയിൽ ഉള്ള ഫോഴ്സ്.
ഓക്കെ, അപ്പോൾ സ്ട്രെസ്സ് ഈ പോയിന്റിൽ കൂടുതലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം സെൻറ്ററിലാണ് എന്ത് പി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടെ P/A എന്നുള്ള ഫോർമുല, ഏവറേജ് സ്ട്രെസ്സിൻ്റെ ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അടിയിലോട്ട് പോവുകയാണെങ്കിൽ when we go down, എന്നിട്ട് നമ്മൾ ഒരു പ്ലെയിൻ എടുത്ത് അവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ, എന്നിട്ട് നമ്മൾ അവിടുത്തെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് വിച്ച് ഈസ് മോർ യൂണിഫോം. കുറച്ചുകൂടി യൂണിഫോം ആയിട്ടുള്ള സ്ട്രെസ് കിട്ടും. ഇവിടെ നമുക്ക് P/A സിഗ്മ ആവറേജ് ഈസ് ഈക്വൽ ടു P/A എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്, ഇവിടെ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടാവും ഫോഴ്സ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. കാരണം ഇവിടെ എന്താണ്, യൂണിഫോം ആണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതാണ് നമുക്ക് സെൻറ്റ് വെനൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞു തരുന്നത്. എന്ത്, when we move away from the point of application of force, നമ്മൾ ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് അപ്ലിക്കേഷനിൽ നിന്ന് ദൂരോട്ട് വരുന്തോറും നമുക്ക് വി വിൽ ഗെറ്റ് മോർ യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. Okay.